താലി രചനാ സംഭാഷണം രുദ്രപ്രിയ. വാതിൽക്കലേക്ക് കണ്ണു നട്ട് ജയനെയും കാത്തു കിടക്കുവാണ് ദേവി. അത് കണ്ട് അടുത്തുനിന്ന് സിസ്റ്റർ ചിരിച്ചു. ഹസ്ബൻഡ് വന്ന് നോക്കിയിട്ട് പോയതേ ഉള്ളൂ. അപ്പോൾ ഇയാൾ ഉറക്കമായിരുന്നു. അവൾ സിസ്റ്ററെ നോക്കി ചിരിച്ചു. ജയനെ കണ്ടതും പൊട്ടിക്കരഞ്ഞു. കുട്ടേട്ടാ, നമ്മുടെ അമ്പുമോൻ, അവൻ വരുവാ, എൻ്റെ പൊന്നുമോൻ. ജയൻ്റെ കൈപിടിച്ച് വയറിൽ ചേർത്ത് വെച്ചു വിതുമ്പി. ജയനും സങ്കടം വരുമായിരുന്നു. ഡോക്ടർ വന്ന് ഡിസ്ചാർജ് എഴുതി അത്യാവശ്യം മെഡിസിൻ വാങ്ങിയാണ് ഹോസ്പിറ്റലിൽ നിന്നും തിരിച്ചത്. സിദ്ധു ദേവിയെ ചേർത്ത് പിടിച്ചു നെറുകിൽ ചുണ്ടു ചേർത്തു. നമുക്ക് വേഗം പോവാം കുട്ടേട്ടാ, ദേവേട്ടനോടും അമ്പുമോനോടും ഈ സന്തോഷ വാർത്ത പറയണ്ടേ. അത് കേട്ടപ്പോൾ സിദ്ധുവിൻ്റെയും ജയൻ്റെയും കണ്ണ് നിറഞ്ഞു. എത്രയൊക്കെ മറവിയുടെ തീരങ്ങളിലേക്ക് തള്ളിവിടുന്നുവോ അത്രമാത്രം മിഴിവോടെ അവരുടെ ഓർമ്മകൾ വീണ്ടും വീണ്ടും തങ്ങളിലേക്ക് കെട്ടുപിണയുകയാണ്. വീട്ടിലെല്ലാവരും ദേവിയെ കാണുന്നതിനായി കാത്തിരിക്കുകയാണ്. മാതുമോൾ ഒരേ ബഹളം, അമ്മ എന്ന് വിളിച്ച്. കാറിൽ നിന്നിറങ്ങിയ പാടെ ദേവി ജയനെയും വിളിച്ചുകൊണ്ട് ആദ്യം അമ്പുമോനെയും ദേവനും ഉറങ്ങുന്ന സ്ഥലത്തേക്ക് പോയി. ദേവ ഉറങ്ങുന്നിടത്ത് മുട്ടുകുത്തിയിരുന്ന് അവൾ ആ മണ്ണിൽ തലചേർത്ത് വിങ്ങിക്കരഞ്ഞു. നമ്മുടെ അമ്പുമോൻ വരുവാണ് ദേവേട്ട, എൻ്റെ അടുത്തേക്ക്, എന്നെ വീണ്ടും അമ്മയെന്ന് വിളിക്കാൻ. പക്ഷേ എൻ്റെ ദേവേട്ടൻ മാത്രം മുഖമായി അവളുടെ നൊമ്പരം ഇറക്കി വെച്ചു. ദേവ, എപ്പോഴൊക്കെയോ നീ എൻ്റെ സ്വപ്നങ്ങളിൽ വന്ന് എന്നെ ഓർമ്മപ്പെടുത്തുന്നുണ്ടായിരുന്നു നിൻ്റെ ദേവിയെ ഉപേക്ഷിക്കരുതെന്ന്. ഒരിക്കലും ഉപേക്ഷിച്ചില്ല, നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊള്ളാം. അമ്പുമോൻ വരികയാണ് ഞങ്ങളുടെ അടുത്തേക്ക്. അവളുടെ സങ്കടം നീ കാണുന്നല്ലോ ദേവ, ഒന്ന് ആശ്വസിപ്പിച്ചൂടെ നിനക്ക് അവളെ? പെട്ടെന്ന് ഇളം കാറ്റ് അവരെ തഴുകി അവിടെ മാകെ നിറഞ്ഞു നിന്നു. ദേവി വേഗം എഴുന്നേറ്റ് ജയൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചു. കുട്ടേട്ടാ, എൻ്റെ ദേവേട്ടൻ അവിടെ, ദേവേട്ടാ, ദേവേട്ടാ. ദിക്കറിയാതെ ദേവി ചുറ്റും പരതി. പക്ഷെ അപ്പോഴേക്കും ആ കാറ്റ് അവരെ വിട്ടകന്നു. പോയി കുട്ടേട്ടാ, എൻ്റെ ദേവേട്ടൻ ഇനി വരില്ലേ? ജയനെ മുറുക്കി പിടിച്ചുകൊണ്ട് ദേവി പുലമ്പി. ദേവി മോളെ, നീ ഞാൻ പറയുന്ന കേൾക്ക്. അങ്ങനെ നിൻ്റെ ദേവേട്ടന് നിന്നെ വിട്ടുപോകാൻ കഴിയുമോ? അവൻ എപ്പോഴും നമ്മുടെ കൂടെ കാണും. ആ ഓർമ്മയിൽ നമുക്ക് ജീവിക്കാം. നമ്മുടെ ഓർമ്മകളിലൂടെ അവൻ ജീവിക്കും. എന്നാലും എനിക്ക് കണ്ടും സ്നേഹിച്ചും മതിയായില്ല കുട്ടേട്ടാ. അതിനു മുമ്പേ ഈശ്വരന്മാർ എൻ്റെ അടുത്തു നിന്നും തട്ടിപ്പറിച്ചെടുത്തില്ലേ? നെഞ്ച് വെങ്ങുവാ. ആ ഓർമ്മകൾ പോലും എന്നെ കൊല്ലുവാ. കഴിയുന്നില്ല മറക്കാൻ. ജയൻ ദേവിയെ ചേർത്ത് പിടിച്ചു. ഞാനില്ലേടി കൂടെ? ദേവി മുഖമുയർത്തി ജയനെ നോക്കി. ആ കണ്ണും മുഖവും ചുവന്നിരിക്കുന്നു, നിറഞ്ഞു തൂവുന്നുണ്ട്. അവൾ ജയനെ ആഞ്ഞു പുണർന്നു. ഇന്ന് ദേവി ജീവിക്കുന്നത് തന്നെ കുട്ടേട്ടനും മോൾക്കും വേണ്ടിയാണ്. അപ്പോൾ നമ്മുടെ അമ്പുമോനോ? രണ്ടുപേരുടെയും കൈ ദേവിയുടെ വയറിൽ അമർന്നു. അപ്പോഴേക്കും അമ്മമാരും വലിയ വയറും താങ്ങി രമ്യയും അവളുടെ അടുത്തേക്ക് വന്നു. എല്ലാവരും സന്തോഷം കൊണ്ട് കരയുകയായിരുന്നു. രാത്രിയിൽ ദേവിക്ക് ഉറക്കം വന്നില്ല. അമ്പുമോനെ ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോൾ ദേവിയുടെ സന്തോഷവും ആഘോഷവും അവളുടെ കൺമുന്നിൽ തെളിഞ്ഞു. കണ്ണുകൾ ചാല് തീർത്തു. അലമാരയിൽ നിന്നും ആൽബം കയ്യിലെടുത്ത് അതിലൂടെ കണ്ണുകൾ പാഞ്ഞു. മടക്കി തിരികെ വയ്ക്കുമ്പോൾ കരച്ചിലടക്കാൻ പാടുപെടുന്നുണ്ടായിരുന്നു ദേവി. രാവിലെ ജയൻ എഴുന്നേൽക്കുമ്പോൾ ദേവിയെ കാണുന്നില്ല. വീട് മുഴുവൻ നോക്കിയിട്ടും അവളെ എവിടെയൊന്നും കണ്ടില്ല. പെട്ടെന്ന് ജയൻ പുറത്തേക്കിറങ്ങി. അപ്പോൾ കണ്ടു ദേവൻ ഉറങ്ങുന്നതിൻ്റെ അടുത്തായി കിടക്കുന്ന ദേവിയെ. ആ കാഴ്ച കണ്ട് ജയൻ പിടഞ്ഞുപോയി. വേഗം അവളുടെ അടുത്തേക്ക് ചെന്ന് ദേവിയെ താങ്ങിയെടുത്തു. കവിളിൽ പതിയെ തട്ടി. ദേവി, ദേവി. കണ്ണ് തുറന്ന് ചുറ്റും നോക്കി. അവൻ്റെ തോളിൽ മുഖം ചേർത്ത് വെച്ചു. പോകാം കുട്ടേട്ടാ, നമുക്ക് ഇവിടെ നിന്ന് പോകാം. എൻ്റെ ദേവേട്ടൻ്റെ സാമീപ്യമുള്ള ഇവിടെ ഞാൻ അല്ലാതാകും. നമുക്ക് പോകാം. അവളെ താങ്ങിയെടുത്ത് റൂമിനുള്ളിലേക്ക് പോയി ജയൻ. 1 മണിക്കൂർ കഴിഞ്ഞ് മോളെയും റെഡിയാക്കി രണ്ടുപേരും ഫ്രഷായി പുറത്തേക്ക് വന്നു. ഇതെന്താ മക്കളെ ഇത്രയും നേരത്തെ പുറപ്പെടുന്നത്? ഭവാനിയമ്മ പരിഭവത്തോടെ ചോദിച്ചു. ദേവി അവരുടെ മാറിലേക്ക് വീണു. പോണോ അമ്മേ? എനിക്ക് പറ്റുന്നില്ല. എൻ്റെ ദേവേട്ടൻ്റെ സാമീപ്യം എന്നെ ഓരോ നിമിഷവും ഞാൻ അറിയുന്നുണ്ട്. ഇവിടെ ഞാൻ ചങ്ക് പൊട്ടി മരിച്ചു പോകും. ഞാൻ പൊയ്ക്കോട്ടെ അമ്മേ? എൻ്റെ പൊന്നുമോള് പൊയ്ക്കോ. അമ്മയ്ക്ക് നിന്നെ മനസ്സിലാവും. അമ്മയ്ക്ക് കാണണമെന്ന് തോന്നുമ്പോൾ അവിടെ വന്ന് കണ്ടോളാം. അവളുടെ നിറഞ്ഞ കണ്ണുകൾ നേരിതിൻ്റെ തുമ്പുകൊണ്ട് തുടച്ചു കൊടുത്തു ഭവാനിയമ്മ. ദേവി സരോജത്തിൻ്റെ കയ്യും പിടിച്ച് അവിടെ നിന്നിറങ്ങി. തിരികെയുള്ള യാത്രയിൽ മാതുമോൾ വാതോരാതെ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. ഇടയ്ക്ക് വഴിയിൽ വെച്ച് എല്ലാവരും ഭക്ഷണം കഴിക്കാൻ ഇറങ്ങി. വീട്ടിൽ നിന്ന് കഴിക്കാതെയാണ് അവരിറങ്ങിയത്. ഏകദേശം വൈകുന്നേരത്തോടു കൂടി എല്ലാവരും വീട്ടിലെത്തി. അമ്മമാർ രണ്ടുപേരും രാത്രിത്തേക്കുള്ള ഭക്ഷണം തയ്യാറാക്കാൻ അടുക്കളയിൽ കയറുമ്പോൾ ദേവി റൂമിലേക്ക് പോയി. തളർച്ചയോടെ ബെഡിലേക്ക് കിടന്ന അവളുടെ അടുത്തേക്ക് ജയനും മോളും കൂടി കിടന്നു. ജയൻ ഇടത് കൈകൊണ്ട് ദേവിയുടെ വയറിനെ പതിയെ തലോടി സ്നേഹത്തോടെ നെറുകയിൽ ചുണ്ടു ചേർത്തു. എന്നോട് ദേഷ്യമുണ്ടോ കുട്ടേട്ടാ?
അവൻ്റെ കഴുത്തിൽ മുഖം അമർത്തിക്കൊണ്ട് ദേവി ചോദിച്ചു, എന്തിനാ ദേവി? എനിക്കറിയാമല്ലോ നിന്നെ ഞാൻ മനസ്സിലാക്കിയില്ലെങ്കിൽ മറ്റാരാ മനസ്സിലാക്കാൻ? ഇനി ഇതുപോലെ കരഞ്ഞു വിളിച്ചിരുന്നാൽ പറ്റില്ല. നന്നായി ശരീരം ശ്രദ്ധിക്കണം. ഡോക്ടർ പറഞ്ഞത് കേട്ടല്ലോ, അമ്മയുടെ ബോഡി വീക്കാണ്, അത് കുഞ്ഞിനെ ബാധിക്കും. അതുകൊണ്ട് നന്നായി ഭക്ഷണം കഴിച്ച് ആരോഗ്യത്തോടു കൂടി ഇരിക്കണം. അച്ഛേ, ഞാനും. മാതുമോൾ രണ്ടുപേരുടെയും ഇടയിലേക്ക് കയറി കിടന്നു ഞെരുവിരി കൊണ്ടു. രമ്യയുടെ ചടങ്ങുകൾ കഴിഞ്ഞെന്നാണ് അവളെ പ്രസവത്തിന് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നത്. പോകാൻ നേരം അവൾ ഒരേ കരച്ചിലായിരുന്നു. സിദ്ധുവിനും അവളെ വീട്ടിലേക്ക് വിടാൻ ഒട്ടും താല്പര്യമില്ലായിരുന്നു. പക്ഷേ വീട്ടുകാരുടെ അവകാശമാണ് ആദ്യ പ്രസവം. അവളെ കാറിൽ കയറി പറഞ്ഞു വിട്ടതിൻ്റെ പിന്നാലെ തന്നെ സിദ്ധു വണ്ടിയുമായി ഇറങ്ങി. അത് കണ്ടതും ബാക്കിയുള്ളവർ എല്ലാവരും കൂടി അവളെ കളിയാക്കി. എന്നാൽ അതൊന്നും വകവയ്ക്കാതെ സിദ്ധു കാറിന് പിന്നാലെ വാഞ്ഞു. ദേവിക്ക് ഗർഭത്തിൻ്റേതായ അവശതകളൊന്നും തന്നെ ഇല്ലായിരുന്നു. സാധാരണ പോലെ തന്നെ അവളുടെ ഗർഭകാലം കഴിഞ്ഞു പോയി. ദേവിക്ക് 2 മാസം പിന്നിട്ടു. രാവിലെ തന്നെ ദേവി അടുക്കളയിൽ കയറി. മാതുമോളുടെ 4ാം പിറന്നാളാണിന്ന്. അതിൻ്റെ ചെറിയ സദ്യയൊരുക്കലും ബഹളവും ഒക്കെ ദേവി തിരക്കിലാണ്. രാവിലെ അച്ഛനും അമ്മയും മോളും കൂടി ക്ഷേത്രദർശനം നടത്തി അമ്പലത്തിൽ നിന്ന് കൊണ്ടുവന്ന പ്രസാദവുമായി നേരെ സരോജത്തിൻ്റെ അടുത്തേക്ക് ഓടി. അമ്മാമ്മേ! അടുക്കളയിൽ കറിക്ക് അരിഞ്ഞുകൊണ്ടിരുന്ന അമ്മയുടെ നെറ്റിയിൽ വല്ല വിധേനയും പ്രസാദം വിരലിൽ തേച്ചു. പിന്നെ അച്ചമ്മയുടെ നെറ്റിയിലും ഇട്ടുകൊടുത്തു. ബാക്കിയുള്ളത് ഇലച്ചീന്തിൽ നിന്നും മുഴുവനും കയ്യിലെടുത്ത് സ്വന്തം നെറ്റിയിലും തേച്ച് പിടിപ്പിച്ചു. ദേവി ഡ്രസ്സ് മാറി അടുക്കളയിൽ കയറി. പിന്നെ 2 അമ്മമാരുടെയോ ഒപ്പം നിന്ന് സദ്യവട്ടങ്ങളെല്ലാം നേരത്തെ ആക്കി. തൂഷനിലയിട്ട് പെണ്ണിനെ ഇരുത്തി ചോറ് വിളമ്പി. 2 അമ്മമാരെ ഇരുത്തി. വേണ്ട മോളെ, നീയും ജെയിനും കൂടി ഇരിക്ക്, ഞങ്ങൾ വിളമ്പാം. ഒടുവിൽ അമ്മമാരുടെ നിർബന്ധം സഹിക്കാൻ വയ്യാതെ അച്ഛനും അമ്മയും മോളും കൂടി കഴിക്കാനിരുന്നു. അമ്മമാർ 2 പേരും കൂടി വിളമ്പി. ഇലയിൽ പായസം ഒഴിച്ച് അതിൽ പപ്പടം പൊടിച്ചിട്ട് കുടിക്കുന്ന തിരക്കിലാണ് മാതുമോൾ. വായിൽ പോയതിൻ്റെ ബാക്കി ഉടുപ്പിൽ മുഴുവനും വീഴുന്നുണ്ട്. എങ്കിലും അവൾ ആസ്വദിച്ചു കുടിക്കും. കാണുമ്പോൾ ദേവിയുടെ മനസ്സ് നിറഞ്ഞു. ഭക്ഷണമൊക്കെ കഴിഞ്ഞ് അടുക്കളയും വൃത്തിയാക്കി എല്ലാവരും ഓരോരോ ഇടങ്ങളിലായി കിടന്നു. വൈകുന്നേരം നേരത്തെ പ്ലാൻ ചെയ്തതനുസരിച്ച് ഓർഡർ ചെയ്തിരുന്ന കേക്കെത്തി. കേക്ക് മുറിച്ചു കഴിഞ്ഞ് സന്തോഷിച്ചിരിക്കുമ്പോഴാണ് സിദ്ധുവിൻ്റെ കോള് വരുന്നത്. പെയിൻ കൂടുതലായി രമ്യയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തുവെന്ന്. വന്ന ഉടനെ തന്നെ അവർ സിസേറിയൻ ചെയ്യുന്നതിനായി കയറ്റിയിട്ടുണ്ടെന്ന്. അത് കേട്ട പാടെ തന്നെ ദേവിക്ക് ഹോസ്പിറ്റലിൽ പോയേ പറ്റൂ. മാതുമോൾ ഉറക്കമായതുകൊണ്ട് അമ്മമാരുടെ അടുത്ത് അവളെ ഏൽപ്പിച്ച് ജയൻ ദേവിയെയും കൊണ്ട് ഹോസ്പിറ്റലിലെത്തി. അവരെത്തുമ്പോഴേക്ക് സിസേറിയൻ കഴിഞ്ഞിരുന്നു. സിസ്റ്റർ കുഞ്ഞുങ്ങളെയും കൊണ്ട് പുറത്തേക്ക് വരുമ്പോഴാണ് ദേവി എത്തിയത്. സിദ്ധുവും മാലതിയും ചേർന്ന് കുഞ്ഞുങ്ങളെ കയ്യിൽ വാങ്ങി. 2ഉം മോനാണ്. കുഞ്ഞുങ്ങളെ കണ്ടപ്പോൾ സിദ്ധുവിൻ്റെ കണ്ണ് നിറഞ്ഞു. അവൻ 2 പേരെയും നെറ്റിയിൽ മാറി മാറി ഉമ്മ വച്ചു. ദേവിയും ജയനും കുഞ്ഞുങ്ങളെ കയ്യിൽ വാങ്ങി. സച്ചു പുറത്തുപോയി തിരികെ വന്ന് 2 കൈ നിറയെ സ്വീറ്റ് ബോക്സ് ഉണ്ട്. ആ ഫ്ലോറിലുള്ള സകലമാന ആളുകൾക്കും അവൻ സ്വീറ്റ്സ് നൽകി അവരുടെ സന്തോഷം പങ്കുവച്ചു. ഡിസ്ചാർജായി വീട്ടിൽ വരുന്നതിന് ശേഷമാണ് മാതുമോളെ കുഞ്ഞുങ്ങളെ കാണിക്കാൻ കൊണ്ടുപോയത്. കുഞ്ഞുങ്ങളെ കണ്ട ഉടനെ തന്നെ അവൾക്ക് എടുക്കാനും മടിയിൽ വയ്ക്കാനും ഒക്കെ വലിയ കൊതിയായി. ഒടുവിൽ നിർബന്ധം സഹിക്കാതെ ആയപ്പോൾ ബെഡിൽ ഒരിടത്തിരുത്തി അവളുടെ മടിയിലേക്ക് ദേവിയുടെ കയ്യിൽ വെച്ച് കാണിച്ചു കൊടുത്തു. പഞ്ഞുപോലുള്ള അവരുടെ വിരൽത്തുമ്പിൽ പിടിക്കുമ്പോൾ പെണ്ണ് കുലുങ്ങിച്ചിരിക്കും. വരാൻ നേരം കുഞ്ഞുവാവയും കൊണ്ട് വീട്ടിലേക്ക് പോകൂ എന്ന മട്ടായി. അത് ചിത്തുവിൻ്റെയും രമ്യയുടെയും വാവയാണെന്ന് പറഞ്ഞിട്ട് ഒരുവിധം സമ്മതിക്കില്ല. അത് അവളുടെ വാവയാണ്, വീട്ടിലേക്ക് കൊണ്ടുപോകുമെന്ന് പറഞ്ഞ് ഒരേ ബഹളം. ഒടുവിൽ അവിടെ നിന്ന് വരില്ലെന്ന് ഉറപ്പായി. ഒരു വിധത്തിലാണ് അവളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നത്. അതിന് പറഞ്ഞ കാരണം, കുറച്ചുനാൾ കഴിയുമ്പോൾ നമ്മുടെ വീട്ടിലും വാവ വരും, അതിനെ ആരെയും തൊടാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ദേവിയുടെ വയറിൽ എല്ലാവരും കാണെ അമർത്തി ഉമ്മവയ്ക്കും മാതുമോള്. ദേവിയുടെ വയറ് വലുതായി വരുന്നതിനനുസരിച്ച് അവൾ വയറിൽ തൊട്ടും തലോടിയും അവളുടെ വാവയുമായി സ്നേഹം പങ്കിടാൻ തുടങ്ങി. ചുരുക്കത്തിൽ ജയന് പോലും ദേവിയുടെ അടുത്തേക്ക് പോകാൻ പറ്റാത്ത അവസ്ഥ. അത്രമാത്രം മാതുമോള് ദേവിയുടെ കാര്യങ്ങൾ ശ്രദ്ധിച്ചിരുന്നു. മാതുമോൾ ഉറങ്ങുമ്പോൾ ഏകദേശം നട്ടപ്പാതിരാത്രിയാവും. അപ്പോഴേക്കും ദേവി ഉറക്കമാകും. ആ സമയത്താണ് അച്ഛനും മോനും കൂടിയുള്ള സ്നേഹപ്രകടനം. എൻ്റെ മോൻ വന്നിട്ട് വേണം അമ്മയെയും മോളെ ശരിയാക്കാൻ, അതും പറഞ്ഞ് ദേവിയുടെ വയറിൽ ചുണ്ടു ചേർക്കും. ഇന്നാണ് സിദ്ധുവിൻ്റെ മകളുടെ നൂലുകെട്ട്. രമ്യയും കുഞ്ഞുങ്ങളും ഒരുങ്ങിയിറങ്ങി. ഒരാളെ മാലതിയും മറ്റൊരാളെ രമ്യയുടെ അമ്മയും എടുത്തിട്ടുണ്ട്. താലത്തിൽ അരഞ്ഞാണവും കരിവളയും തളയും ഒക്കെ റെഡിയായിരിപ്പുണ്ട്. ദേവി അടുത്തിരുന്നൊരു കസേരയിലിരുന്നു. ചടങ്ങുകൾ ആരംഭിച്ചു. പുറത്തുനൂലിൽ കൊടുത്ത മഞ്ഞച്ചരടിൽ കുഞ്ഞുങ്ങളുടെ 28 കെട്ടി. രമ്യയുടെ അച്ഛനും അമ്മയും കുഞ്ഞിന് മാലയും വളയും അണിയിച്ചു. സിദ്ധു കുഞ്ഞുങ്ങൾക്ക് പൊന്നരഞ്ഞാണവും തളയും, ദേവി കുഞ്ഞുങ്ങൾക്ക് വളയും മോതിരവും അണിയിച്ചു. പിന്നെ ഓരോരുത്തരായി അവരുടെ സമ്മാനങ്ങൾ കൊടുക്കുന്ന ചടങ്ങായി. എല്ലാം കഴിഞ്ഞപ്പോൾ ദേവി തളർന്നു. അല്പനേരം കിടന്നുറങ്ങിയതിന് ശേഷം വൈകുന്നേരം തിരികെ വീട്ടിലേക്ക് യാത്രയായി.
90 ദിവസം കഴിഞ്ഞ് മാത്രമേ രമ്യയെ വിടുകയുള്ളൂ എന്ന് വീട്ടുകാർ ശാഠ്യം പിടിച്ചതുകൊണ്ട് സിദ്ധുവിന് അത് കേൾക്കാതെ നിവർത്തിയില്ലെന്നായി. ഇരട്ടക്കുട്ടികളായതുകൊണ്ട് അവരെ ഒറ്റയ്ക്ക് രമ്യയ്ക്ക് നോക്കാൻ കഴിയില്ല. വീട്ടിൽ മാലതി ഉണ്ടെങ്കിലും കുറച്ച് ദിവസം കൂടി അവിടെ നിന്നതിന് ശേഷം വന്നാൽ മതിയെന്ന് രമ്യയുടെ വീട്ടുകാർ കട്ടായം പറഞ്ഞു. ദിവസങ്ങൾ ഓരോന്നോരോന്നായി കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ ദേവിക്ക് അവശതകൾ കൂടിക്കൂടി വന്നു. വലിയ വയറും താങ്ങിപ്പിടിച്ച് അവൾ നടക്കുമ്പോൾ അതിനൊപ്പം തന്നെ മാതുമോളും അവളെ കളിയാക്കിക്കൊണ്ട് നടക്കും. ഒരു നേരമാകുമ്പോൾ വീട്ടിലാകെ കളിയും ചിരിയും ബഹളവുമാണ്. ദിവസങ്ങൾ ഓടി മറിഞ്ഞുകൊണ്ടിരുന്നു. ഇതിനിടയിൽ കൂടി ഹരിയുടെയും നിമ്മിയുടെയും ജീവിതം യാതൊരു ബുദ്ധിമുട്ടും തടസ്സവുമില്ലാതെ സുഖകരമായി നീങ്ങി. ആകെ മൊത്തം എല്ലാവരും ഹാപ്പിയാണ്. ഭവാനിയമ്മയുടെയും മറ്റും ആകെ സങ്കടം അമ്മുവിന് ഇതുവരെയും വിശേഷമാകാത്തതും. തുടരും. എന്നെ വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന കൂട്ടുകാർ ചെറിയ പാർട്ടാണെന്ന് പറയരുതേ. ഇനി പൊങ്കാല കഴിഞ്ഞിട്ട് മാത്രമേ പാർട്ടുകൾ ഉണ്ടാകൂ. ആറ്റുകാൽ പൊങ്കാലയാണ്, എല്ലാവർക്കും അറിയാമല്ലോ. വൈകുന്നേരം മുതൽ ഇവിടെയൊക്കെ മൈക്ക് സെറ്റ് ഓണായി തുടങ്ങും. പിന്നെ വോയിസ് ചെയ്യാനൊന്നും പറ്റില്ല. കൂട്ടുകാർ എൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കുമെന്ന് കരുതുന്നു.